യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കാമെന്ന വാർത്തയാ. പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കാമെന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നു വെച്ച കൽപ്പനയതാ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നു വെച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാമും ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാമും ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യോർദാൻ സമമനശോധനയിലും താണുവീണു പോകാതെ, ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാശ്രയം. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാശ്രയം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. സ്നാനത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ശുശ്രൂഷകളിലേക്ക് പ്രവേശിപ്പാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളോട് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ് എന്തിനാണ് സ്നാനം, എപ്പോഴാണ് സ്നാനം പെടേണ്ടത്. ഞാൻ പ്രത്യേകം പറഞ്ഞു 15 വയസ്സായിട്ടോ അല്ലെങ്കിൽ 20 വയസ്സായിട്ടോ പ്രായപൂർത്തിയായിട്ടല്ല, മാനസാന്തരപ്പെട്ടതിന് ശേഷം മാത്രം, യേശുവിനെ വിശ്വസിച്ചതിന് ശേഷം മാത്രമേ. എന്താണെന്ന് ചോദിച്ചാൽ താബോർ IPC സഭയിൽ ചേരുകയല്ല, യേശുവിനോട് ചേരുവാൻ. സ്തോത്രം. യേശുവിനോട് ചേരുവാനായിട്ടാണ്.
ചിലർ പറയും കല്യാണം കഴിക്കണം, അതിന് സ്നാനപ്പെട്ടേ മതിയാകൂ. കല്യാണം കഴിക്കാൻ ആരും സ്നാനപ്പെടരുത്. യേശു ഇതെന്തിൻ്റെ അടയാളമെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുക, അതിൻ്റെ ഒരടയാളം ആണ് എന്ത്? സ്നാനം. ദൈവത്തിന് സ്തോത്രം. 1, യേശുവിനോട് ചേരുക. 2, ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോടെ ഏകീഭവിക്കുക. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവരെ മാത്രമേ സ്നാനപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രിയ കുഞ്ഞുങ്ങൾ ചില ആഴ്ചകൾക്ക് മുമ്പ് സഭയിൽ പൊതുവായിട്ട് എഴുന്നേറ്റ് അവർ സാക്ഷ്യം പറഞ്ഞതാണ്, ഞങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ താല്പര്യപ്പെടുന്നു എന്ന് പ്രിയ കുഞ്ഞുങ്ങൾ അന്ന് സാക്ഷ്യം പറഞ്ഞു. എങ്കിലും ഇന്ന് ഈ പൊതു സമൂഹത്തിൽ പ്രിയ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ഓരോ വാക്ക് സാക്ഷ്യമായിട്ട് കർത്താവിനെ ഞങ്ങൾ സ്വന്തം രക്ഷിതാവായി, ഞങ്ങളല്ല, കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേൽക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള കാര്യം പൊതുസഭയെ നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് വ്യക്തിപരമായിട്ട് നിങ്ങൾ സാക്ഷ്യം പറയാവുന്നതാണ്. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ സാക്ഷ്യം ദൈവം തന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ദിവസം ഞാൻ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എന്നകത്ത് പറഞ്ഞു ഇനിയുള്ള ജീവിതം മൊത്തം വചനപ്രകാരം ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷയായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എന്നോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൽപ്പെട്ടെ ഈ പുതിയ പകലിൽ തന്നെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഇന്ന് പകൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി വാഴക്കാലം മുതലും ദൈവത്തിൻ്റെ നല്ല പൈതലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. Praise Lord. Thank God He has given me an opportunity to stand before you. I have accepted Jesus as my personal Savior. With God's grace, I am taking today baptism, requesting a prayer. പ്രിയ മകളെ, പ്രൈസ് ലോർഡ്. ഈ പ്രിയ കുഞ്ഞുങ്ങൾ അവരുടെ വായ്മൊഴിയാൽ പൊതുസഭയിൽ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. പ്രിയ കുഞ്ഞുങ്ങൾ പറഞ്ഞ സാക്ഷ്യപ്രകാരം പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ അവർ താല്പര്യപ്പെട്ട് അവരായിരിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ടതിന്, ധാരാളമായി സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഒരു പാട്ട്, സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം എന്നുള്ള പാട്ട്, അതിൻ്റെ 2 സ്റ്റാൻസ് മാത്രം നമുക്കൊന്ന് പാടിയതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ അലക്സാനെ കൂടെ ഞാൻ ക്ഷണിക്കുന്നു. അലക്സാനോട് മുൻപോട്ടൊന്ന് കടന്നു വന്നു. സ്വർഗീയ പിതാവേ പാട്ട് പാടാം. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ.
ത്യാഗം ചെയ്തോരാം നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോരാം നിൻ സുതനെ പോലെ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം. നിന്യമാണെനിക്ക് ലോകലാവണ്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ രാവിലെ സമയം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, പ്രിയ പൈതൽ ലിജോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജന്മം മുതൽ ഇന്നയോളം അങ്ങ് സഹായിച്ചു. അങ്ങയുടെ വലിയ കൃപയാൽ ദൈവമേ അങ്ങ് നിറച്ചു. ഇത്രത്തോളം കൊണ്ടുവന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, താൻ പ്രായമായപ്പോൾ അങ്ങേ അറിയുവാനും അങ്ങയിൽ വിശ്വസിപ്പാനും തൻ്റെ ഹൃദയത്തിൽ അങ്ങേ രക്ഷിതാവായി സ്വീകരിപ്പാനും കർത്താവെ ആ വിവരം സഭയിൽ പ്രസ്താവിപ്പാനും അങ്ങയുടെ കൽപ്പന അനുസരിക്കണമെന്നുള്ള ആഗ്രഹം താൻ പറയുകയും ചെയ്ത പ്രലോഭനങ്ങളിലും തീർത്തതിനായി സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവം, ഓർത്ത് കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയ പൈതൽ ലിൻഡോയെ അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നാഥ സ്തോത്രം. കർത്താവെ, നിന്റെ തിരുമുമ്പാകെ
മുമ്പാകെ നിർമ്മലതയോടെ നീതിയോടെ നടക്കുകയും ചെയ്തതിനാൽ നാഥ സ്തോത്രം. നീ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന മനോഹരമായ ഭാഗ്യം കർത്താവെ, നീ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവെ ചെയ്യുവാൻ കൽപ്പിച്ച കൽപ്പന കർത്താവെ സ്തോത്രം അനുസരിക്കുവാൻ പ്രിയ പൈതലിന് കർത്താവെ നീ അവസരം ഒരുക്കിയതിനെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. അവൻ സഭാ മുമ്പാകെ കർത്താവെ ആവശ്യപ്പെടുകയും കർത്താവെ സ്തോത്രം നീ കർത്താവെ അനുവദിക്കുകയും ചെയ്ത ആ കർമ്മം കർത്താവെ സ്തോത്രം സ്നാനമേൽക്കുവാൻ കർത്താവെ കർത്താവെ അവൻ നിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ച് കർത്താവെ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഇടവരുത്തണമെന്ന് പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവെ, വീണ്ടും അടിയങ്ങൾ ഞങ്ങളുടെ സന്നിധിയിലേക്ക് എടുത്തു വരുന്നു. പ്രിയ ബ്ലസ്സിയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയ പൈതൽ പാനം അനുസരിച്ച് താൻ എടുത്തിരിക്കുന്ന തീരുമാനം പൈതലിനെ അങ്ങ് സഹായിക്കണമേ കർത്താവേ. ഈ ഊഷര ഭൂമിയിൽ കർത്താവെ പ്രതികൂലങ്ങളെ കൊണ്ട് നിറഞ്ഞതായ, പ്രതിസന്ധികളെ കൊണ്ട് നിറഞ്ഞതായ, പ്രലോഭനങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഈ ഭൂമിയിൽ ധൈര്യത്തോടെ വിശ്വസ്തയോടെ കർത്താവെ പൈതൽ അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. പ്രിയ പൈതലിനെ അടിയങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. കൃപ കൂടിയിരിക്കണം. മശിയാമുലപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരമുള്ളമാറാണമേ. ആമേൻ. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കറുത്ത ദിവസത്തിൻ്റെ പകൽക്കാലം കർത്താവെ പ്രിയ പൈതലുമായി കർത്താവെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നാഥ സ്തോത്രം. കർത്താവെ പ്രിയ പൈതൽ കർത്താവെ സ്തോത്രം തൻ്റെ പിതാമഹന്മാർ കണ്ട കർത്താവെ സ്തോത്രം കണ്ടുമുട്ടിയ ദൈവത്തെ കർത്താവെ തലമുറകൾക്ക് ശേഷവും കർത്താവെ സ്തോത്രം ആ ദൈവത്തെ തന്നെ പിന്തുടരുവാൻ പ്രിയ പൈതലിന് കൊടുത്ത നല്ല കർത്താവെ അവസരത്തെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഹാലലൂയ, ഹാലലൂയ. കർത്താവെ സ്തോത്രം തൻ്റെ മാതാപിതാക്കളിൽ നിന്നും കർത്താവെ വലിയ പശുനിൽ നിന്നും കർത്താവെ കേട്ടു വളർന്ന കർത്താവെ ആ ദൈവത്തെ ആ വചനത്തെ അനുസരിക്കുവാൻ കർത്താവെ പ്രിയ പൈതലിന് കർത്താവെ ദൈവം അവസരം കൊടുത്തുവല്ലോ. നാഥ സ്തോത്രം. ഈ മഹാനഗരത്തിൽ വളരുന്ന ഈ കുഞ്ഞു കർത്താവെ സ്തോത്രം നിന്റെ കൽപ്പന അനുസരിക്കുവാൻ കർത്താവെ സമയമായപ്പോൾ നാഥ സ്തോത്രം സഭാ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് കർത്താവെ തൻ്റെ മനസ്സ് കർത്താവെ പറയുകയും കർത്താവെ സഭയത് അംഗീകരിക്കുകയും മാതാപിതാക്കളെ അനുവദിക്കുകയും ചെയ്തു കർത്താവെ സ്തോത്രം. അതിനെല്ലാം ഉപരിയായി സ്വർഗത്തിലെ ദൈവം കർത്താവെ പ്രിയ പൈതലിനെ മുന്നമേ കണ്ട് കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ദിവസത്തിനെ ഒരുക്കിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു നാഥ സ്തോത്രം. പ്രിയ പൈതൽ കർത്താവെ നിന്റെ മുമ്പാകെ നിർമ്മലതയോടെ നടക്കുവാൻ കർത്താവെ നേരോടെ നടക്കുവാൻ കർത്താവെ സ്തോത്രം. വചനത്തിൽ നിന്ന് കർത്താവെ നിന്റെ കൽപ്പനയിൽ നണവിട പോലും ചലിക്കാതെ കർത്താവെ സ്തോത്രം സർവ്വവിശുദ്ധിയോടും കൂടെ നിന്റെ മുമ്പാകെ ജീവിക്കുവാൻ കർത്താവെ അങ്ങേ കാഹളം തുനിക്കുമ്പോൾ കർത്താവെ സ്തോത്രം അത് എവിടെയായിരുന്നാലും കർത്താവെ സ്തോത്രം നിന്റെ സന്നിധിയിലേക്ക് ഇടപെടുവാൻ തക്ക രീതിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ പ്രിയ പൈതലിനെ നീ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗത്തിലെ സർവ്വവിധ ആത്മീയ ഐശ്വര്യങ്ങളും ഈ ഭൂമിയിലെ സമ്പത്തും കർത്താവെ ഈ കുഞ്ഞിന് മുതൽ അവകാശമായി നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. അവൾ നിന്നെ ധരിക്കുമ്പോൾ കർത്താവെ നിന്നോടുകൂടെ മരിക്കുമ്പോൾ നിന്നോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നാഥ സ്തോത്രം ഇന്ന് മുതൽ നിന്റെ രക്തവളപ്പിൽ ആത്മാവിൻ്റെ നിറവിൽ നീ അവളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തിൻ്റെ മോഹങ്ങളോ അവളെ തൊടുവാൻ അനുവദിക്കാതെ കർത്താവെ മാതൃകയായ പൈതലായി ജീവിച്ച് കർത്താവെ
കർത്താവെ, നിനക്കും സഭയ്ക്കും തൻ്റെ മാതാപിതാക്കന്മാർക്കും കർത്താവെ ഏറ്റവും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടുള്ളവൾ തീരുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളിവിടെ അനുഗ്രഹിക്കുന്നു കർത്താവെ. നടക്കുവാൻ പോകുന്ന സ്നാനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, സ്വർഗം തുറക്കുന്ന ഒരു കർത്താവെ സ്തോത്രം സ്നാനമായി തീരുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന ഈ സ്തോത്രം അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. താങ്ക് യു. ഇപ്പോൾ നമുക്ക് ഒരു വാക്കോട് പ്രാർത്ഥിച്ച് സ്നാനക്കടവ് മുകളിലാണല്ലോ, സ്നാനക്കുളം മുകളിലാണ്, നമ്മളവിടേക്ക് നമുക്ക് കടന്നു പോകാം. കോടമ്പാക്കത്ത് നിന്ന് കടന്നു വന്ന പ്രിയ ജോൺസൺ ബ്രദർ ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങളുടെ മധ്യേ സ്വർഗം ഇറങ്ങി വന്നിരിക്കയാൽ നന്ദിയോട് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തല്ലോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്ന കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലകാലം ഹല്ലേലൂയ നടക്കുവാൻ പോകുന്ന സ്നാന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി എൻ്റെ സ്വർഗം തീർക്കുമാറാകണമെന്നോ സ്വർഗം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് ഇറങ്ങി വരുമാറാകണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചന പ്രകാരം ജീവിപ്പാൻ സ്വർഗം അവരെ സഹായിക്കുമാറാകണമേ. ഓരോ സാഹചര്യത്തിലും ഒരിടത്തും അവർ ലജ്ജിപ്പാൻ എൻ്റെ സ്വർഗം അനുവദിക്കരുതെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഹല്ലേലൂയ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ കർത്താവേ അനുഗ്രഹത്തോടുകൂടെ ഹല്ലേലൂയ കർത്താവേ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തുമാറാകണമെന്നോ ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകാൽ ഈ സഭയെ മുற்றிലുമായി ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവിക സന്തോഷം അനുഭവിപ്പാൻ ഇന്ന് പൽക്കാലം എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. അടികൾ കടന്നു വന്ന് കർത്താവ് ഇതിൽ ഭാഗവാക്കാകുവാൻ സ്വർഗമിടയാക്കിയതിനായി സ്തോത്രം. കർത്താവ് മാനമൗത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നല്ല നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമുക്ക് സ്നാനം കുളത്തിൻ്റെ അവിടേക്ക് കടന്നു പോകാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം. കർത്താവ് എത്രത്തോളം സഹായിച്ചുവല്ലോ. പ്രാർത്ഥിച്ച് നമുക്ക് താഴെ നിന്ന് കരകയറി വരാൻ കർത്താവ് സഹായിച്ചു. കുഞ്ഞുങ്ങളെ എത്രത്തോളം കർത്താവ് ബലപ്പെടുത്തി. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഹല്ലേലൂയ. ആമേൻ. രാജാവേ, പ്രിയ പൈതങ്ങളെ നമ്മുടെ കൽപ്പനകൾക്കായി ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം സമർപ്പിച്ചപ്പോൾ ചെയ്യുവാൻ തക്കവണ്ണമായി ഹല്ലേലൂയ പെട്ടെന്ന് വന്നിരിക്കുന്നതായിരുന്നു. ദാസൻ നിൽക്കുമ്പോൾ അവിടുത്തെ കൃപയാൽ ദാസൻ
ആമേൻ. ഇപ്പോൾ ചില വേദഭാഗങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയും 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ സോജൻ പറഞ്ഞു. അനന്തരം യേശു യോഹന്നാൻ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നും യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നെ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. 28-ാം അധ്യായം 18 മുതൽ 20. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. സ്നാനം മനുഷ്യന്റെ കൽപ്പനയാണ്, കർത്താവിന്റെ. നാം വായിച്ചു കേട്ട പ്രകാരം നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവീൻ എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാകുകയാണ്. പ്രിയ, ഈ തീരുമാനമെടുത്ത കുഞ്ഞുങ്ങളെ, ഇന്ന് കർത്താവിന്റെ കൽപ്പന ഇവിടെ അനുസരിപ്പാൻ അവർ താല്പര്യപ്പെട്ട് കടന്നു വന്നിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ തുറന്നുള്ള സമയത്ത് അവരെ ആ ശുശ്രൂഷ, ആ കൽപ്പന അവർ അനുസരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആദ്യം പെൺകുഞ്ഞുങ്ങൾ അവർ മുന്നോട്ട് കടന്നു വരികയും അവരെ ഓരോരുത്തരായി കടന്നു വരിക. അവരെ സ്നാനപ്പെടുത്തിയ ശേഷം ആൺകുഞ്ഞുങ്ങളെ അവരും ഓരോരുത്തരായി കടന്നു വരിക. അവരെ എന്നോട് ഞാൻ ചോദിക്കുന്നു, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മോചനത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞു ഈ താണ ഭൂമിയിലേക്ക് കടന്നു വന്നു മനുഷ്യനായി ഈ ഭൂമിയിൽ 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് രോഗികളെ സൗഖ്യമാക്കി, ഇതാ സുവിശേഷം പ്രസംഗിച്ചു, പലരെയും നീതിയിലേക്ക് തിരിച്ചു. എന്നാൽ ഈ ലോകത്തിലെ അധർമ്മികൾ യേശു കർത്താവിനെ യാതൊരു കുറ്റവും ഇല്ലാതിരുന്നപ്പോൾ കർത്താവിന്റെ പേരിൽ കള്ളക്കുറ്റം ചുമത്തി ആ കാൽവറിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണികളിന്മേൽ തറച്ച് ആ ക്രൂശിൽ കിടന്ന് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രിയ സഹോദരി അബീഗയിൽ വിശ്വസിക്കുന്നുവോ? പ്രിയ പൈതൽ വിശ്വസിക്കുന്നു എന്നുള്ള തന്റെ സ്വന്തം വായാലുള്ള സാക്ഷ്യത്താലും സ്നാനം എന്നുള്ളത് കർത്താവിന്റെ കൽപ്പന ആകയാലും പ്രിയ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. ആമേൻ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും
ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാടേ, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാടേ. കണ്ടോരു പാപിയെന്നപ്പോൾ സ്നാനമേൽക്കുവാൻ പോകുന്നു, കണ്ടുപോരു പാപിയെന്നപ്പോൾ സ്നാനമേൽക്കുവാൻ പോകുന്നു. പ്രിയ ഇതിലൂടെ ഞാൻ ചോദിക്കുന്നു, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞു ദൈവകുമാരനായ യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ജോസഫിന്റെയും മറിയയുടെയും മകനായി ജനിച്ച ഈ 33 തിരുവയസ് വരെ ഈ ഭൂമിയിൽ പാർത്ത് അനേക രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, സുവിശേഷം പ്രസംഗിച്ചു, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസ്താവിച്ചു. എന്നാൽ പാപികളായ, ദോഷികളായ, ദ്രോഹികളായ യഹൂദന്മാർ യേശുവിനെ കാൽവറിയിൽ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിലായി 3 ആണികളിന്മേൽ തറച്ച് ആ ക്രൂശിൽ പിടഞ്ഞ് മരിച്ച് 3-ാം നാൾ അടക്കപ്പെട്ട കല്ലറയെ തുറന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രിയ സഹോദരി ബ്ലസ്സി വിശ്വസിക്കുന്നു. പ്രിയ സഹോദരി തന്റെ സ്വന്തം വായാൽ സാക്ഷ്യവചനമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിനാൽ സ്നാനം എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാകിയാലും പ്രിയ സഹോദരിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. ആമേൻ. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പ്രിയ ഏതെന്നോട് ഞാൻ ചോദിക്കുന്നു, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് ദൈവത്തിന്റെ സ്വന്തം കുമാരനായ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ജോസഫിന്റെയും മറിയയുടെയും മകനായി ഇതാ ഈ ഭൂമിയിൽ ജീവിച്ചു, മനുഷ്യനായി ജീവിച്ചു, അനേക രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. 33 തിരുവയസ്സിൽ അധർമ്മികളായ യഹൂദന്മാരുടെ കയ്യാൽ കള്ളക്കുറ്റം ചുമത്തപ്പെട്ടവനായി അടിയേറ്റ് ആ കാൽവറിയിൽ പിടഞ്ഞ് 3 ആണികളിന്മേൽ തൂങ്ങിക്കിടന്ന് മരിച്ച് അടക്കപ്പെട്ട് കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രിയ സഹോദരൻ ലിൻഡോ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവരെ സ്നാനപ്പെടുത്തുവിൻ എന്നുള്ളത് കർത്താവായ യേശുവിന്റെ കൽപ്പനയും പ്രിയ സഹോദരന്റെ സ്വന്തം വായാലുള്ള സാക്ഷ്യത്താലും പ്രിയ സഹോദരനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു.
മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണം ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലേ, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 3 കുഞ്ഞുങ്ങൾ ഇപ്പോൾ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സ്നാനം എന്നുള്ളത് ഒരു മാനുഷിക കൽപ്പനയാണ്. ഇത് ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ള ഒരു നിയമമാണ്. ഇതൊരു മനുഷ്യന്റെ ചിന്തയിലോ മനുഷ്യന്റെ ബുദ്ധിയിലോ വന്നതല്ല. എനിക്കറിയാം, ഇവിടെ നിൽക്കുന്ന എല്ലാവരും കർത്താവിന്റെ കൽപ്പന അനുസരിച്ചവരാണ്. അനുസരിക്കാത്ത ചില കുഞ്ഞുങ്ങളും ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ പറയട്ടെ, കർത്താവിന്റെ കൽപ്പന എന്നുള്ളത് സകല മനുഷ്യനും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞിരിപ്പാൻ കഴിയുകയില്ല. എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നോടുകൂടെ ഇരിക്കും. അപ്പൊ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ കർത്താവിനോടുകൂടെ ഇരിപ്പാൻ കഴിയുകയുള്ളൂ. കർത്താവിനോടുകൂടി ഇരിക്കണമെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്തേ മതിയാകും. ഈ പ്രിയ കുഞ്ഞുങ്ങൾ 4 കുഞ്ഞുങ്ങളും കർത്താവിനോടുകൂടി ഇരിപ്പാൻ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അവർ താല്പര്യപ്പെട്ട് അവർ കടന്നു വന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങൾ എടുത്ത തീരുമാനത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി ആരെങ്കിലും സ്ഥാനമേൽക്കാതെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. സ്നാനം എന്നുള്ളത് ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. നാം കർത്താവിനോടുകൂടി ഇരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഈ ഭൂമിയും ഈ കാണുന്ന എല്ലാം ഒഴിഞ്ഞു പോകും, ഇതെല്ലാം മാറിപ്പോകും. എന്നാൽ കൽപ്പന ഏറ്റ എല്ലാവരും കർത്താവിനോടുകൂടെ നിത്യതയിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, കർത്താവിനോടുകൂടെ ഇരിപ്പാനായിട്ട് ഇടയായിത്തീരും. അതിന് ഈ കർത്താവിന്റെ കൽപ്പന ഏറ്റേ മതിയാകും. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ലിജോയോട് ഞാൻ ചോദിക്കുന്നു, സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ജോസഫിന്റെയും മറിയയുടെയും മകനായി ജനിച്ച് 33.5 തിരുവയസ്സറി ഭൂമിയിൽ ജീവിച്ച് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, പാപികൾക്ക് പാപമോചനം പറഞ്ഞു, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് 33.5 തിരുവയസ്സായപ്പോൾ യഹൂദന്മാരുടെ കയ്യാൽ, അധർമ്മികളും പാപികളുമായ യഹൂദന്മാരുടെ കയ്യാൽ യാതൊരു പാപവും ഇല്ലാത്തവനെ അടിയേറ്റ്, ചാട്ടവാറുകൊണ്ട് അടിയേറ്റ് പുറം മുഴുവനും മുഴുവജാല് പോലെ കീറപ്പെട്ട് ആ കാൽവറിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആകാശത്തിനും ഭൂമിക്ക് മധ്യേ 3 ആണികളിന്മേൽ തൂങ്ങിക്കിടന്ന് ഹല്ലേലൂയ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിൽ പ്രിയ സഹോദരൻ ലിജോ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്നുള്ളവരെ സ്നാനപ്പെടുത്തുവീൻ എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാകിയാലും തൻ്റെ സ്വന്തം സാക്ഷ്യ വചനത്താലും പ്രിയ സഹോദരനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. ആമേൻ. രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ള
ജയം ജയം നിശ്ചയം നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകലാണ്. 4 പേരുടെ പേരുകൂടെ ജീവന്റെ പുസ്തകത്തിൽ ഈ ശുശ്രൂഷയെ കർത്താവ് എത്രത്തോളം അനുഗ്രഹിച്ചത് ഓർത്തുകൊണ്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വത്തിന് പ്രത്യാശയായിരിക്കുന്ന സ്വർഗ്ഗപിതാവാകുന്ന കർത്താവേ, ഹല്ലേലൂയ. നല്ല മഹാഭാഗ്യത്തിനായ നന്ദിയോടെ കർത്താവേ, ഹല്ലേലൂയ. അനേകർക്ക് ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാത്ത ഭാഷണം കർത്താവേ നൽകിയനായ നന്ദിയോടെ കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് കർത്താവേ കുഞ്ഞുങ്ങൾ കർത്താവേ അപ്പച്ചന്റെ കർത്താവേ, ഹല്ലേലൂയ. ജലത്തിൽ കർത്താവേ സാക്ഷ്യത്തിൽ ജ്ഞാനപ്പെടുവാൻ കുഞ്ഞുങ്ങളെ സഹായിച്ചല്ലോ. നന്ദി കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ ജീവിതകാലം മുഴുവൻ അപ്പച്ചൻ സന്നിധി കർത്താവേ, ഹല്ലേലൂയ. നന്ദിയോടെ ആയിരിക്കാൻ കർത്താവ്, സത്യത്തോടെ ആയിരിക്കാൻ കർത്താവേ. ഇതിനെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്ന ഹല്ലേലൂയ. സ്തോത്രം. ഇതിനെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഇതിനെ കൂടി വന്ന എല്ലാവരെയും സഹായിക്കണേ എനിക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ശുശ്രൂഷ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ദാസനെ ബലപ്പെടുത്തുന്ന നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇതിനെ കർത്താവിനെ കുഞ്ഞുങ്ങൾ കർത്താവേ നിങ്ങളുടെ തന്നെ കർത്താവെ സാക്ഷ്യം കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങളുണ്ട് അവരെ കർത്താവ് ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ സ്തുതിക്കുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും കർത്താവെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ മഹാവാക്യ അടിമക്ക് തന്നനായ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തുതിക്കുന്നു. എല്ലാവരെയും ഞങ്ങളുടെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. നടക്കുന്ന എല്ലാ ആരാധന കർത്താവെ എല്ലാ അനുഗ്രഹമായ തീർന്ന കർത്താവെ പ്രാർത്ഥന കർത്തനെ സ്വത്രവേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവെ കൃപയുടെ ഉത്തരം പറഞ്ഞുമാറാണമേ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരിൽ വിശേഷാൽ ഇന്ന് പകൽക്കാലം സ്നാനമേറ്റ ഈ കുഞ്ഞുങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തേശു മൂലം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ശേഷാൽ ഇന്ന് പകൽ ഈ സ്നാന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ശേഷാൽ കടപ്പാക്ക സമയം കടന്നു പോകാനെന്ന് പറഞ്ഞു നിങ്ങളോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. താഴേക്ക് കണ്ടോ